ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി UAE-യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ പ്രധാനമന്ത്രി അബുദാബിയിൽ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി UAE-യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്ത് ഊഷ്മള വരവേൽപ്പ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ അദ്ദേഹത്തെ രാജ്യത്തേക്ക് സ്വീകരിച്ചു. ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ UAE വരവേറ്റത്. തുടർന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഹൃദ്യമായ സ്വീകരണത്തിന് നന്ദി അറിയിച്ച ശ്രീ മോദി UAE പ്രസിഡന്റുമായി കഴിഞ്ഞ 7 മാസത്തിനിടെ 5 തവണ കൂടിക്കാഴ്ച നടത്താനായത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അടുപ്പത്തിന്റെ പ്രതിഫലനമാണെന്നും ചൂണ്ടിക്കാട്ടി. ഇന്ത്യയ്ക്കും UAE-ക്കുമിടയിലെ വിവിധ ധാരണാപത്രങ്ങളും ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കൈമാറി. അബുദാബിയിലെ റുപേ കാർഡ് സേവനങ്ങൾക്കും ഇരുവരും ചേർന്ന് തുടക്കം കുറിച്ചു. അബുദാബിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അഹ്ലാൻ മോദി പരിപാടിയിലൂടെ UAE-യിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. 60,000-ലേറെ ജനങ്ങളാണ് പരിപാടിക്കായി എത്തിച്ചേർന്നിരിക്കുന്നത്. സാംസ്കാരിക പരിപാടികളും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രമായ സ്വാമിനാരായൺ സൻസ്ഥ ബാബ്സ് മന്ദിറിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ നിർവഹിക്കും. ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിലും അദ്ദേഹം നാളെ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ഖത്തറിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ വിഷയം നാളെ ന്യൂഡൽഹിയിൽ ചർച്ച ചെയ്യും. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ച് കേരളത്തിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കേന്ദ്ര തീരുമാനം അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചത്. സിവിൽ സപ്ലൈസ് കേന്ദ്രങ്ങളിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് ഷാഫി പറമ്പിലാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷത്തിന്റേത് സപ്ലൈകോയെ തകർക്കുന്ന നിലപാടല്ലെന്നും ജനങ്ങൾക്കു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സപ്ലൈകോ ദയനീയമായി പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്നാൽ 13 സബ്സിഡി സാധനങ്ങളിൽ ചിലത് മാത്രമാണ് ലഭ്യമല്ലാത്തത് എന്ന് മന്ത്രി GR അനിൽ മറുപടിയായി പറഞ്ഞു. വിതരണക്കാർക്കുള്ള കുടിശ്ശിക നൽകുന്ന നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയിട്ടുണ്ട്. ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നത് വസ്തുതയാണെന്നും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ അജയ് ബദു സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരത്ത് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌളുമായും സ്റ്റേറ്റ് പോലീസ് നോഡൽ ഓഫീസർ MR അജിത് കുമാറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും അദ്ദേഹം സംവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി VN മഹേഷ് നട തുറന്ന് ദീപങ്ങൾ തെളിയിച്ചു. ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെ ഉണ്ടായില്ല. കുംഭം 1 നാളെ പുലർച്ചെ 5-ന് നിർമ്മാല്യ ദർശനവും പതിവ് അഭിഷേകവും നടക്കും. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 18-നാണ് നട അടയ്ക്കുക. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ 2ാം ഘട്ട പര്യടനം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. തിരുവനന്തപുരത്തെ കണ്ണൻമൂല, ഞാണ്ടൂർക്കോണം എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ പര്യടനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മയനാട്, കോട്ടൂളി എന്നിവിടങ്ങളിലാണ് യാത്ര ഇന്നെത്തിയത്. ജനവാസ മേഖലകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലയോര മേഖലകളിലെ UDF MLA-മാർ നിയമസഭയിൽ നിന്നും വനം മന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
മാനന്തവാടിയിൽ കർഷകനെ കൊന്ന കാട്ടാന ബേലൂർ മഖ്നയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൌത്യം ഇന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ കാട്ടിക്കുളം ഇരുമ്പ് പാലത്തിന് സമീപത്തായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത്. എന്നാൽ പ്രദേശത്ത് അടിക്കാടുകൾ ശക്തമായതും ആന അതിവേഗം സഞ്ചരിക്കുന്നതും മയക്കുവെടി വയ്ക്കുന്നതിനെ പ്രതികൂലമായി ബാധിച്ചു. ദൌത്യം നാളെയും തുടരും. എക്സാലോജിക് വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ മറുപടിക്കായെന്ന് മാത്യു കുഴൽനാടൻ MLA. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കരിമണൽ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം മുഖ്യമന്ത്രി കമ്പനിക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. CMRLന് കരിമണൽ ഖനനാനുമതി നൽകാൻ പിണറായി സർക്കാർ വ്യവസായ നയം മാറ്റിയെന്നും ശ്രീ മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചു. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നഗരസഭയിലും പള്ളിക്കൽ പഞ്ചായത്തിലും നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം രോഗബാധ സംശയിക്കുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ ജലദൌർലഭ്യം കൂടിവരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾക്കെതിരെയും ഭക്ഷ്യ വിഷബാധകൾക്കെതിരെയും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വയറിളക്കം മൂലമുള്ള സങ്കീർണതകൾ ഒഴിവാക്കാൻ അവബോധം വളരെ പ്രധാനമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതിനായി നാളെ മുതൽ ഈ മാസം 28 വരെ സംസ്ഥാനത്ത് വയറിളക്ക രോഗ നിയന്ത്രണ പക്ഷാചരണം സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി ആശാപ്രവർത്തകർ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ഉള്ള വീടുകളിൽ ORS എത്തിക്കുകയും അമ്മമാർക്ക് ബോധവത്കരണം നൽകുകയും ചെയ്യും. ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ച് അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മുതിർന്ന റേഡിയോ ശ്രോതാക്കളെ ആദരിച്ചു. നിർധനർക്ക് റേഡിയോ സമ്മാനമായും നൽകി. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് അംഗം PG അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക റേഡിയോ ദിനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത ഒരു ശ്രോതാവിനും ചായക്കടയ്ക്കും റേഡിയോ നൽകി. തേഞ്ചേരിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഊർങ്ങാട്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ സി വാസു റേഡിയോ കൈമാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി UAEയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ പ്രധാനമന്ത്രി അബുദാബിയിൽ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.